നമ്മുടെ CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൻ്റെ അടുത്ത ടോപ്പിക്കുകളാണ്. CAPM മോഡലിൻ്റെ അടുത്ത ടോപ്പിക്കുകൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലുള്ള കാര്യങ്ങളും കൂടി SIക്കകത്ത് ഉൾപ്പെടുത്തണം. CAPMൻ്റെ SI ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. അപ്പം SML CML ഈ CAPMനകത്തെ CAPM മോഡലിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ട് സാധനങ്ങളാണ് SMLും CMLും. ഓക്കെ, എന്തൊക്കെയാണ് SMLും പിന്നെന്തുവാണ് CMLും. ഈ CAPM മോഡലിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ട് ഐറ്റംസാണ് എന്തൊക്കെയാണ് SMLും CMLും. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇത് തമ്മിലുള്ള സിമിലാരിറ്റീസാണ്. ഏതൊക്കെ തമ്മിലുള്ളതാണ്? SMLും CMLും തമ്മിലുള്ള സിമിലാരിറ്റീസ്. ആദ്യത്തെ സിമിലാരിറ്റീസ് രണ്ടും CAPM മോഡലിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ബേസ്ഡ് ഓൺ CAPM മോഡൽ. ഇവിടെ പഠിക്കുന്നത് CAPM പഠിക്കുന്ന സാധനം തന്നെ ഇവിടെ പഠിക്കുന്നത്. റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ റിലേഷൻഷിപ്പ് ഇവിടെ പഠിക്കുന്നത്. CAPMലും റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണോ പഠിച്ചെങ്കിൽ ഇവിടെ അത് തന്നെ പഠിക്കുന്നത്. റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ റിലേഷൻഷിപ്പാണ്. പിന്നെ ഇവിടുത്തെ ഇൻവെസ്റ്ററും റാഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. നമ്മൾ നേരത്തെ പഠിച്ച CAPMൻ്റെ അസംഷൻസ് പറഞ്ഞു കൂട്ടുന്ന ഇവിടുത്തെ ഇൻവെസ്റ്ററും റാഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. ഇവിടെ റിസ്ക് ഫ്രീ റേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നു. റിസ്ക് ഫ്രീ റേറ്റ് അത് നമുക്ക് പിന്നെ പഠിക്കാം. റിസ്ക് ഫ്രീ റേറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ 4 പോയിൻ്റ് പറഞ്ഞു. എന്തൊക്കെയാണ് ഇത്? SMLും CMLും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്? CAPM മോഡലിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. CAPM മോഡൽ പോലെ തന്നെ റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും ഉണ്ട് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇൻവെസ്റ്റർ എന്താണ്? റാഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് അസ്യൂം ചെയ്യുന്നു. പിന്നെ റിസ്ക് ഫ്രീ റേറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെയാണ് ഹയർ റിസ്ക് ആണെങ്കിൽ ഹയർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആയിരിക്കും. റിസ്ക് കൂടുന്നതനുസരിച്ച് റിട്ടേൺ കൂടുന്നു. പിന്നെ ഇവിടെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ എന്നൊക്കെ നമ്മൾ എന്തോന്ന് പറഞ്ഞതാണ്. ഇവിടെ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് SMLും CMLും തമ്മിലുള്ള ബന്ധം, സിമിലാരിറ്റീസ്. എന്തൊക്കെയാണ്? രണ്ടും CAPM മോഡലിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. CAPM മോഡലിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് കൊണ്ട് നമുക്ക് പറയാം റിസ്ക്കും എക്സ്പെക്റ്റഡ് റിട്ടേണും റിലേഷൻഷിപ്പാണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടുത്തെ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ റാഷണലാണ്. റിസ്ക് ഫ്രീ റേറ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഹയർ റിസ്ക് ഉണ്ടെങ്കിൽ ഹയർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. പിന്നെ പറഞ്ഞു ഇവിടെ എന്തുമാണ്? പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. ഒന്ന് വായിച്ച് നോക്കിയേ. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ SML ആൻഡ് CML. ഒന്നാമത്തത് CMLൻ്റെ SMLൻ്റെയൊക്കെ ഫുൾ ഫോം നിങ്ങൾ ഓർത്ത് വെച്ചോണം. CML എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്നും SML എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്നുമാണ്. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റും മറ്റേ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്നാണ് പറയുന്നത്. ഇനി CMLൻ്റെ SML ഡിഫറൻസ് പഠിക്കുമ്പോൾ ആദ്യം റിസ്ക് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇതിൻ്റെ രണ്ടിൻ്റെയും റിസ്ക് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? CML റിസ്ക് മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. SML ബേറ്റ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ CML ടോട്ടൽ റിസ്ക് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ SML സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ഇത്തിരി ഒരു കുഴഞ്ഞ ഒരു ഏരിയ, പക്ഷെ ഒന്ന് പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഒന്നാമത് പറഞ്ഞ റിസ്ക് മെഷർ ചെയ്യുന്നതാണ്. CML റിസ്ക് മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടെ ടോട്ടൽ റിസ്ക് ആണ് മെഷർ ചെയ്യുന്നത്. SML റിസ്ക് മെഷർ ചെയ്യുന്നത് ബേറ്റ ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടെ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് മെഷർ ചെയ്യുന്നത്. ഇതിനി എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? CML അപ്ലൈ ചെയ്യുന്നത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ മാത്രമാണ്. അപ്പോൾ CML അപ്ലൈ ചെയ്യുന്നത് എവിടെ മാത്രമാണ്? എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ മാത്രമാണ് CML അപ്ലൈ ചെയ്യുന്നതെങ്കിൽ SML അപ്ലൈ ചെയ്യുന്നത് എല്ലാ സെക്യൂരിറ്റീസിലും പോർട്ട്ഫോളിയോയിലുമാണ്. എല്ലാ സെക്യൂരിറ്റീസിലും പോർട്ട്ഫോളിയോയുമാണ്. ഇനി ഇവിടെ ഒരു ഗ്രാഫുണ്ട്. ഈ ഗ്രാഫിലെ X ആക്സിസിൽ എന്തുവാണ് സൂചിപ്പിക്കുന്നത് പറയാൻ പോകുന്നത്? CMLൻ്റെ ഗ്രാഫിലെ X ആക്സിസിൽ സൂചിപ്പിക്കുന്നത് ടോട്ടൽ റിസ്ക്കും SMLൻ്റെ X ആക്സിസ് സൂചിപ്പിക്കുന്നത് ബേറ്റായുമാണ്. ഓക്കെ, 3 പോയിൻ്റ് പറഞ്ഞു. എന്തൊക്കെയാണ്? CML എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനാണ്. SML എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനാണ്.
CML റിസ്ക് മെഷർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ റിസ്ക് ആണ്. SML റിസ്ക് മെഷർ ചെയ്യുന്നത് ബേറ്റ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. CML അപ്ലൈ ചെയ്യുന്നത് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയിൽ മാത്രമാണെങ്കിൽ SML അപ്ലൈ ചെയ്യുന്നത് എല്ലാ സെക്യൂരിറ്റീസിലും പിന്നെ എവിടെയാ പോർട്ട്ഫോളിയോയിലുമാണ്. CMLൻ്റെ എക്സ് ആക്സിസിൽ എന്തുവാണുള്ളത്? ടോട്ടൽ റിസ്ക്കും. അതേസമയം SMLൻ്റെ എക്സ് ആക്സിസ് ബേറ്റയുമാണ്. ഇനി ഇതിൻ്റെ ഒരു സ്ലോപ്പ് ഉണ്ട്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആ സ്ലോപ്പ് ഉണ്ടല്ലോ, ഏതൊരു ഗ്രാഫിന് അതിന് സ്ലോപ്പ് ഉണ്ട്. ഇവിടെ CMLൻ്റെ ഗ്രാഫിൽ സ്ലോപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക് ആണ്. മാർക്കറ്റ് പ്രൈസിൻ്റെ റിസ്ക് ആണ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക് ആണ്. അതേസമയം SMLൻ്റെത് മാർക്കറ്റ് റിസ്കിൻ്റെ പ്രീമിയമാണ്. അതെന്തുവാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് 2 മാർക്കിനും 1 മാർക്കിനൊക്കെ ഉള്ള ടോപ്പിക്കുകളാണ്. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഓർത്തിരിക്കുക, CMLൻ്റെ സ്ലോപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് എന്തുവാണ്? റിസ്ക് ആണെങ്കിൽ നമ്മുടെ SMLൻ്റെ വരുമ്പോഴത്തേക്കോ മാർക്കറ്റ് റിസ്ക് പ്രീമിയമാണ്. ഇനി CML എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പോർട്ട്ഫോളിയോ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ CML ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? CMLൻ്റെ യൂസ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? CMLൻ്റെ യൂസ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? പോർട്ട്ഫോളിയോ പെർഫോമൻസ് ആണ് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. മറ്റേടത്താണെങ്കിൽ സെക്യൂരിറ്റി വാല്യുവേഷൻ ആണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ SML ആൻഡ് CML ആണ് പറയുന്നത്. ഒന്നും കൂടെ നോക്കി. CML എന്ന് പറഞ്ഞാൽ റിസ്ക് മെഷർ ചെയ്യുന്ന CML റിസ്ക് മെഷർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. SMLാണെങ്കിലോ സിസ്റ്റമാറ്റിക് റിസ്ക് ആണ് ബേറ്റ ഉപയോഗിച്ചുകൊണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോയിലാണെങ്കിൽ. അപ്പുറത്താണെങ്കിൽ എല്ലാ സെക്യൂരിറ്റീസിലും അപ്ലൈ ചെയ്യുന്നു. CMLൻ്റെ എക്സ് ആക്സിൽ ടോട്ടൽ റിസ്ക് ആണെങ്കിൽ SMLൻ്റെ എക്സ് ആക്സിൽ ബേറ്റയാണ്. ഇതിൻ്റെ സ്ലോപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് റിസ്ക് ആണെങ്കിൽ അപ്പുറത്താണെങ്കിലും മാർക്കറ്റ് റിസ്ക് പ്രീമിയം ആണ്. ഇത് യൂസ്ഫുൾ ആർക്കാണ്? പോർട്ട്ഫോളിയോ പെർഫോമൻസിന്. മറ്റേടത്താണെങ്കിലും സെക്യൂരിറ്റി ഇവാലുവേഷനുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയും ഈ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൻ്റെ ടോപ്പിക്ക് തന്നെ ആയിരിക്കും. ഓക്കെ.